അന്ന സെബാസ്റ്റ്യൻ പേരയിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പൂനെയിലെ ഏണസ്റ്റ് യങ് ഇന്ത്യ അഥവാ EY കമ്പനിയിൽ ജോലിക്ക് കയറിയ ഒരു 26-കാരി. ആഗ്രഹിച്ചു കിട്ടിയ ജോലി, അത് നൽകിയ ജോലി ഭാരം അവൾക്കുള്ള മരണവിളിയാകുമെന്ന് അന്ന അറിഞ്ഞിരുന്നില്ല. അന്നയുടെ മരണമാണ് ഇന്ന് മലയാളികളാകെ ചർച്ച ചെയ്യുന്നത്, അതും മാസങ്ങൾക്ക് ശേഷം. തന്റെ മകൾക്ക് സംഭവിച്ചത് മറ്റൊരു വ്യക്തിക്ക് സംഭവിക്കരുത് എന്ന അന്നയുടെ അമ്മയുടെ കത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെയാണ് സംഭവം ജനങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ ജൂലൈ 21-നാണ് പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന കൊച്ചി സ്വദേശിനി അന്ന മരിക്കുന്നത്. കമ്പനിയിലെ അമിത ജോലിഭാരവും അനാരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷവുമാണ് മകളുടെ മരണത്തിനിടയാക്കിയത് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ആദ്യം നമുക്ക് അന്നയുടെ അച്ഛന്റെ വാക്കുകൾ കേൾക്കാം. കാരണം ഇവൾക്ക് ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞാൽ ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാത്രി 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഈ കമ്പനികളിലൊക്കെ റിസൾട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അനൗൺസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു നിശ്ചിത സമയത്തിനകം ചെയ്തു തീർക്കണം. അപ്പോൾ 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം. പിന്നെ ഒരു 1:30 മണിയാകും തിരിച്ച് അവളുടെ റൂമിലെത്തുമ്പോൾ. അപ്പോൾ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് അവർക്ക് ബുദ്ധിമുട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഈ മെയിൽ ഒരു 10 ദിവസം മുമ്പ് അയച്ചപ്പോഴാണ് കമ്പനി ചെയർമാൻ, ഇന്ത്യയുടെ ചെയർമാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇപ്പം ഓവർസീസിലായിരുന്നു മെയിൽ കിട്ടിയത്. പുള്ളി അതിന് ശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി റെസ്പോണ്ട് ചെയ്തേക്കണം. ഇനി ഞങ്ങളൊരു ഫോറം ഉണ്ട്, ആ ഫോറത്തിൽ ഇനി ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളൊരു മറുപടിയാണ് പുള്ളി തന്നേക്കുന്നത്. നിയമ പോരാട്ടമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞങ്ങളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക, ഇനിയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. EY മാത്രമല്ല, മറ്റ് കോർപ്പറേറ്റുകളിൽ ഇങ്ങനെയാണ് വർക്ക് കൾച്ചർ. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം സമയത്തിന്, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അന്നയുടെ അച്ഛന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മാത്രമല്ല, മിക്ക തൊഴിലിടങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഈ പോലീസ് സേനയിലെ ആളുകളുടെ, ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും അതിനുശേഷമുള്ള ആത്മഹത്യയും ഒക്കെ വലിയ തരത്തിൽ ചർച്ചയാകപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അന്നയുടെ വാർത്ത വരുന്നത്. അന്നയുടെ അമ്മ പങ്കുവച്ച ഒരു കത്തിലൂടെയാണ് ഈ വിഷയം ലോകം അറിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ആ കത്തിൽ വ്യക്തമായി അത് അമ്മ ആ കമ്പനി ചെയർമാന് അയച്ച കത്താണ്. മകളുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അയച്ച ഒരു കത്തായിരുന്നു, ഒരു കാര്യമായിരുന്നു. എന്നാൽ ആ ചെയർമാൻ ആ സംഭവം, ആ ഇമെയിൽ ഇപ്പോഴാണ് കണ്ടത് എന്നുള്ളത് മറ്റൊരു വസ്തുതയായി ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കത്തിൽ, ആ ഒരു എഴുത്തിൽ അമ്മ പറയുന്നത്, മകൾ വളരെ ആഗ്രഹത്തോടു കൂടി നേടിയ ജോലിയാണ്, അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ തരത്തിലൊരു സമ്മർദ്ദം മകൾക്ക് ഈ ജോലി കാര്യത്തിൽ ഉണ്ടായിരുന്നു. ടാർഗറ്റ് ഫിനിഷ് ചെയ്യാനും മറ്റുമായി കൃത്യസമയത്ത് ഉറങ്ങുകയോ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയോ വീക്കെൻഡിൽ പോലും ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, 6 ദിവസം ജോലി ചെയ്താലും ഒരു ദിവസം നമുക്ക് വീക്ക് ഓഫ് ആയി, ഓഫ് ഡേ ആയി കിട്ടാറുണ്ട്. നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഒഴിവാക്കി വെക്കാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ ഒരു ദിവസം നമുക്ക് ലീവായി ലഭിക്കാറുണ്ട്. പക്ഷേ അതുപോലും അന്നയ്ക്ക് ലഭിച്ചിരുന്നില്ല. ആ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അത്തരത്തിലൊരു സമ്മർദ്ദമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പിരിമുറുക്കം ആയിരുന്നു അന്ന നേരിട്ടത് എന്നാണ് അമ്മ പറയുന്നത്. പലപ്പോഴും ഭക്ഷണം കഴിക്കാനും ഉടുപ്പ് മാറാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഓഫീസിൽ നിന്ന് വരുന്നു, അതുപോലെ കിടന്നുറങ്ങുന്നു, പിന്നീട് രാവിലെ തിരിച്ചു പോകുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ആ കുട്ടി എന്നാണ് അമ്മ പറയുന്നത്. ഈ മരണത്തിന് മുമ്പ് ഒരാഴ്ച 2 ആഴ്ച മുൻപ് ഈ സുഖമില്ലാതെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞു വീഴുകയായിരുന്നു, നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും മകളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ലീവ് ചോദിച്ചപ്പോൾ പോലും കിട്ടിയിട്ടില്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഒപ്പം തന്നെ മകൾ മരിച്ചതിന് ശേഷം ഈ കമ്പനി അധികൃതർ ആരും തന്നെ ആ വീട്ടിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ കമ്പനിയിലെ ജീവനക്കാരുമായി, തൊഴിലാളികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, അന്നയുടെ മൈക്രോസോഫ്റ്റ് ID ഇവർ നശിപ്പിച്ചിട്ടുണ്ട്, ഈ ഓഫീസിലെ ആളുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ മാനേജറെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്നാണ്. ഈ മാനേജർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു, കൂടുതൽ ജോലിഭാരമൊക്കെ ഉള്ള കാര്യം അന്ന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരമൊന്നും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അമ്മയുടെ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഈ കോർപ്പറേറ്റ് തൊഴിലിടത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. നമുക്കറിയാം, പല മേഖലകളിലും ഇത്തരത്തിലുള്ള പിരിമുറുക്കങ്ങളുണ്ട്. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ആണ് നമുക്ക് ഈ അന്നയുടെ കാര്യം മനസ്സിലാകുന്നത്.
ഈ ഒരു വിഷയം ഇപ്പോൾ ഇത്രയധികം ചർച്ചയായ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു അന്വേഷണം അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു വർക്ക് സ്പേസിലെ കൃത്യമായ ഒരു വിശ്രമം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ധാരണയുണ്ടാകും എന്ന ഒരു കാര്യം നമുക്ക് കരുതാമോ? അതുപോലെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇവൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ മരണം അമിത ജോലിഭാരവും അനാരോഗ്യകരവുമായ തൊഴിലന്തരീക്ഷവും ചേർന്ന് സൃഷ്ടിച്ചതെന്നാണ് അന്നയുടെ മാതാപിതാക്കളുടെ ആരോപണം. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ നാം ആഴത്തിൽ ചിന്തിക്കണം. നമ്മുടെ തൊഴിലിടങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മാറുന്നതനുസരിച്ചെങ്കിലും നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ? ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും: കാര്യമായ മാറ്റങ്ങൾ ഒരിടത്തും ഉണ്ടാകുന്നില്ല. ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും, നമ്മുടെ തൊഴിലിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ്. കോർപ്പറേറ്റ് IT സ്ഥാപനങ്ങളിൽ പലപ്പോഴും ജോലി ചെയ്യുന്നത് വിദേശത്തു നിന്നുള്ള കമ്പനികളുടെയാണ്. അവിടെ ഒരു വർക്ക് ടൈം നിശ്ചയിക്കുന്നത് അത് ഡെഡ് ലൈൻ അനുസരിച്ചിരിക്കും. അവർ പറയുന്ന സമയത്തിനുള്ളിൽ ജോലികൾ തീർക്കണം. 8 മണിക്കൂർ എന്ന ജോലി സമയം പലപ്പോഴും 10, 15, 20 മണിക്കൂറിലേക്ക് പോകുന്നു. വലിയ രീതിയിൽ പ്രഷറൈസ് ആയി പോകുന്ന അവസ്ഥ. ഇത് എങ്ങനെ മാനേജ് ചെയ്യും? കൃത്യമായ ഇടവേളകൾ അതിനാവശ്യമാണ്. ഇത്ര സമയം ജോലി, അതിനിടയിൽ ബ്രേക്ക്. പക്ഷേ പലപ്പോഴും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം ജീവനക്കാരുടെ ആരോഗ്യവും പ്രധാനപ്പെട്ടതാണ്. മെൻ്റൽ ഹെൽത്ത്, അതിനുവേണ്ടി യോഗ, എൻ്റർടൈൻമെൻറ്റ് ഇതെല്ലാം വേണം. പക്ഷേ ഇത്തരത്തിലേക്ക് പോകാതെ കൂട്ടമായി വീണ്ടും ജോലി ചെയ്യുന്നു. അമിതമായ സമയത്തേക്ക് ജോലി നീണ്ടുപോകുന്നു. ഈ ഒരു അന്തരീക്ഷമാണ് മാറേണ്ടത്. ഇനി അന്നയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, അന്നയുടെ മാതാപിതാക്കൾ പറയുന്നത് മാനേജറുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി അന്നയ്ക്ക് ജോലികൾ നൽകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. ഇതറിയില്ല എന്ന് കമ്പനി അധികൃതർ പറയുന്നു. മാനേജർ ഇടപെട്ടുകൊണ്ടാണോ, അല്ലെ മാനേജറുടെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുള്ള പെരുമാറ്റമാണോ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കമ്പനി അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അന്നയുടെ വിയോഗം വേദനാജനകമാണ്. ഇതിൽ നിന്ന് സ്ഥാപനങ്ങൾ പാഠം പഠിക്കണം. മെച്ചപ്പെട്ട ഒരു തൊഴിലന്തരീക്ഷം ഓരോ സ്ഥാപനവും ഉറപ്പുവരുത്തുകയും ചെയ്യണം. സുജോ സൂചിപ്പിച്ചതുപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു തൊഴിൽ അന്തരീക്ഷം വളരെ അത്യാവശ്യമാണ്. ഈ അന്നയുടെ വിഷയത്തിന് ശേഷം കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജയുടെ ഒരു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പനി പ്രതിനിധികൾ അന്നയുടെ വീട്ടിലെത്തി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന ഉറപ്പ് കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.